ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി സമാപനവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും 19-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച 9:15 പൊതുസമ്മേളനത്തോടെയാണ് രജത ജൂബിലി സമാപനവും രക്ഷകർതൃ സമ്മേളനവും ആരംഭിക്കുക. തുടർന്ന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷ പ്രസംഗം നടത്തും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രജത ജൂബിലിയുടെ സമാപനം, അതുപോലെ തന്നെ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വാർഷികം, അധ്യാപക രക്ഷാകർതൃ ദിനം, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും പ്രിൻസിപ്പലിനുള്ള യാത്രയപ്പ്, ഇത്രയും കാര്യങ്ങൾ ജനുവരി മാസം 19-ാം തീയതി വെള്ളിയാഴ്ച സെന്റ് തോമസ് പാരിഷ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. 1963 ഒരു LP സ്കൂളായിട്ട് ആരംഭിച്ച ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂള് അതിൻ്റെ വളർച്ചയുടെ വിവിധ പടവുകൾ താണ്ടി 1998 ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയുണ്ടായി. 25 വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ജൂബിലി സമാപനത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ജൂബിലി സമാപനത്തോട് അനുബന്ധിച്ച് നടത്തുന്ന സ്കൂൾ വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബഹുമാന്യരായ അധ്യാപകർക്ക് യാത്രയപ്പ് കൂടി നൽകുകയാണ്. വെബ്സൈറ്റ് ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിക്കും. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറിയറ്റ് രജത ജൂബിലി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ അതൊരു പ്രോഗ്രാം നടത്തുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അവസരമായി കാണാതെ ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ റോബോട്ടിക് എഞ്ചിനീയറിംഗ് പോലുള്ള അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ അത് പിന്തുടരുന്നതിൽ നമ്മളുടെ രാജ്യം ഏറെ പുറകിലാണ് എന്നുള്ള ഒരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. പല കുട്ടികൾക്കും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കൊണ്ട് പഠനം തുടരുന്നതിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ നേരിടുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ഇതുപോലുള്ള കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അവനവൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനും മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുമുള്ള അവസരമുണ്ടാവും. ക്ലാസ്സുകൾ കളയാതെ തന്നെ അവർക്ക് ഒരു വരുമാനം എന്ന നിലയിലേക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഓഡിറ്റോറിയത്തിനെ കുറിച്ചിട്ടുള്ള സങ്കല്പം തന്നെ ഉണ്ടായത്. ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ മൊമന്റോ സമർപ്പണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും. നീണ്ട നാളത്തെ സർവീസിനു ശേഷം വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റിജി ജോസഫ്, ഹയർ സെക്കൻഡറി അധ്യാപിക സൂസമ്മ ജോസഫ് തുടങ്ങിയവർക്ക് ആദരവ് നൽകും. പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ റിജി ജോസഫ്, MV ജോർജ് കുട്ടി, ബിജു അറക്കൽ, ഉഷസ് ജോസഫ് എന്നിവർ പങ്കെടുത്തു.